Hi friends, welcome to Galling Gadgets. അപ്പോൾ ഞാൻ ഇന്ന് പറയുന്ന രണ്ട് ആപ്പ് റിവ്യൂ ആണ്. പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. Alpha 9 Legend ഇറങ്ങിയിട്ടുണ്ട്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ബട്ട് ആർക്കും ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. കമ്പാറ്റബിൾ ഡിവൈസിൽ നിന്നുള്ള ഒരു പ്രോബ്ലം വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഡിവൈസിലും അത് സപ്പോർട്ട് ചെയ്യുക. എല്ലാ ഡിവൈസിലും അത് അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യണ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ചെയ്യാൻ ഞാനത് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ രണ്ട് ആപ്പ് റിവ്യൂ ആണ്. ഫസ്റ്റത്തെ ആപ്ലിക്കേഷൻ തന്നെ പരിചയപ്പെടുക. സ്ലൈഡ് ബാറിനാണ് ഫസ്റ്റത്തെ ആപ്ലിക്കേഷൻ. സ്ലൈഡ് ബാർ. അപ്പോൾ ഇതെന്താ ഓപ്പൺ ചെയ്തതിനായിട്ട് നിങ്ങൾ ഈ ടിക്ക് ബട്ടൺ ടിക്ക് ചെയ്യുക. ദെൻ ഈ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓക്കെ, എന്നിട്ട് ആഡ് ഫേവറേറ്റ് ആപ്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ആപ്പൊക്കെ ഇവിടുന്ന് ആഡ് ചെയ്യുക. ഞാനിപ്പോൾ എല്ലാം ഇവിടുന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത് ഇങ്ങനെ ഞാനിപ്പോൾ എക്സാമ്പിൾ ഞാൻ ഗെയിം ആഡ് ചെയ്ത് കാണിച്ചു തരാം. ഗെയിം മോഡ് ആഡ് ആവും. കണ്ടോ, ഗെയിം മോഡ് ആഡ് ആവും. പിന്നെ നമുക്ക് ഇവിടുന്ന് ഇഷ്ടപ്പെട്ട കുറേ കോണ്ടാക്റ്റ് ഇവിടുന്ന് ആഡ് ചെയ്യാം. പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കോണ്ടാക്റ്റ് ആഡ് ചെയ്യാം. പിന്നെ ബാക്ക്ഗ്രൗണ്ട്, ആപ്പ്, ഐക്കൺ സെറ്റിങ്സ്, ഇങ്ങനെ മൂന്നാണ്. ബാക്ക്ഗ്രൗണ്ട് മാറ്റാം നമുക്കതിൻ്റെ. നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടുന്ന് ഇങ്ങനെ ഒന്ന് സ്ലൈഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത പോലെ വരും. ഇവിടുന്ന് നമുക്ക് വൈഫൈ, മൊബൈൽ ഡാറ്റ എല്ലാം നമുക്ക് ഇവിടുന്ന് കൺട്രോൾ ചെയ്യാം. കോണ്ടാക്ട്സ് ഇവിടുന്ന് നോക്കാം. അങ്ങനെ കോണ്ടാക്ട്സ് നോക്കാം. ആപ്ലിക്കേഷൻസ്, ഒരുപാട് ആപ്ലിക്കേഷൻസ് നമുക്ക് പെട്ടെന്ന് പോവാം. പെട്ടെന്ന് ആപ്ലിക്കേഷൻ മാറി പോവാം. ഇവിടെ ക്ലിക്ക് ചെയ്താലും വരും. പിന്നെ ഇവിടുന്ന് സ്ലൈഡ് ചെയ്താലും വരും. 3 ഡോട്ട് കണ്ടോ, സോറി ഫ്രണ്ട്സ്, സോങ് പ്ലേ ചെയ്താൽ സ്ലൈഡ് ചെയ്താൽ ഇവിടുന്ന് വാട്സപ്പിലോട്ടൊക്കെ നമുക്കിങ്ങനെ അങ്ങനെ മാറി ഇപ്പോൾ 2 ഇവലാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു സ്മാർട്ട്. അപ്പോൾ നമ്മുടെ ഇത് വഹിക്കും. വേണമെന്ന് സ്കിപ്പ് ചെയ്താൽ കയറി പോവാം. ഓക്കെ, ഇനി രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ആണ്. സോ ഫ്രണ്ട്സ്, ക്യാമറക്ക് ഫോക്കസ് കുറവാണ്. ഓക്കെ, രണ്ടാമത്തെ ആപ്ലിക്കേഷൻ നോ ക്രോം. ഒരു ക്രോമായിട്ട് ബന്ധപ്പെട്ട ആൾ, ക്രോമാണിത്. പക്ഷേ നമ്മൾ സാധാരണ ക്രോമല്ല. നമ്മൾ സാധാരണ ക്രോമിൽ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിലോട്ട് കയറിയാൽ ഒരു ആഡ് വന്ന വെബ്സൈറ്റ് ആണെങ്കിൽ നമുക്ക് ക്രോം വഴി ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇതുവഴി നമ്മൾ കയറുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് സൈൻ ഇൻ ചെയ്യാം, ഗൂഗിൾ സൈൻ ഇൻ ഒക്കെ ചെയ്യാം. അപ്പോൾ ഇതുവഴി നമ്മൾ കയറുകയാണെങ്കിൽ നമുക്ക് ആഡിൻ്റെ പ്രോബ്ലം വരുന്നതല്ല. ആഡിൻ്റെ പ്രോബ്ലം ഉണ്ടാവില്ല. ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് അടിച്ചോട്ടെ. ഈ വെബ്സൈറ്റിൽ സാധാരണ ആഡ് ഉണ്ടാവും. ആഡ് വനൊക്കെ ഇതിന് ബ്ലോക്ക് ചെയ്യാം. നമുക്ക് ആഡൊന്നും കാണാൻ പറ്റില്ല, ഒന്നും കാണാൻ പറ്റില്ല. നമുക്ക് ഇത് പ്ലേ സ്റ്റോറിൽ ഇല്ല. അപ്പോൾ ഞാൻ എൻ്റെ ലിങ്ക് വേറെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് എന്ത് വേണമെങ്കിൽ ഇതാക്കാം. നമുക്ക് നമ്മുടെ സാധാരണ ക്രോം യൂസ് ചെയ്യണോ തന്നെ ആഡ് വരില്ല. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. ആഡുള്ള വെബ്സൈറ്റൊക്കെ കയറണമെങ്കിൽ ആഡ് ഉണ്ടാവില്ല. ആഡ് തന്നെ ഒരു പ്രോബ്ലം ഇതിൻ്റെ അകത്ത് ഉണ്ടാവില്ല. യൂട്യൂബ് എല്ലാം പ്ലേ ചെയ്യിപ്പിക്കാം. സാധാരണ യൂട്യൂബിൽ തന്നെ നമ്മുടെ നെറ്റ് ലാഭിക്കാം. ആഡ് ആണ് നമ്മുടെ വെബ്സൈറ്റിൽ കയറുമ്പോൾ ആഡാണ് നെറ്റ് കൂടുതലും വലിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് പ്രോബ്ലംസൊക്കെ ഒഴിവാക്കാം. കുറേ ഫീച്ചേഴ്സിൻ്റെ അകത്തുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അടിപൊളി ആപ്ലിക്കേഷൻ. ക്രോം ഡിലീറ്റ് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. ക്രോമിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ഇതും യൂസ് ചെയ്യുക. അത് നിങ്ങളുടെ ഒരു ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ അത് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ചെയ്യാം, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൺ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ആപ്ലിക്കേഷനൊക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ചെന്നാൽ ഞാൻ ഡൗൺലോഡ് ലിങ്ക് ഇട്ടിട്ടുണ്ടാവും. ആവശ്യമുള്ളവർക്ക് കയറി ഡൗൺലോഡ് ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടി, ഇപ്പോൾ നമ്മുടെ ചാനലിൽ 21 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. 21 സബ്സ്ക്രൈബേഴ്സ്. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. 21 സബ്സ്ക്രൈബേഴ്സായി. ഒരുപാട് നന്ദിയുണ്ട് എല്ലാവർക്കും. ഓക്കെ, ഒരുപാട് നന്ദി. പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നു. 21 സബ്സ്ക്രൈബേഴ്സായി. ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഇപ്പോൾ. ഇനി നിങ്ങളുടെ ഇതുപോലത്തെ ഒരു സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. മാക്സിമം ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരും. കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ലൈവ് വരാമെന്ന് വിചാരിച്ചാണ്. ഒരു ഇഷ്യൂസൊക്കെ ഉണ്ട്. ലൈവ് വരുന്നാൽ എൻ്റെ നെറ്റ് വരുമെന്നൊക്കെ കാണിക്കുന്നു. അതിൻ്റെ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്യണം. എന്നിട്ട് ലൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് റെഡിയാക്കി വരുമ്പോഴേക്കും ബൈ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൺ ചെയ്ത്